ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് ഇത്. തൈറോയ്ഡ്, PCOD, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് റാഗി അല്ലെങ്കിൽ മുത്താറി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയണത് ഒരു 1/2 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അളവ് എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ അളവിൽ സാധനങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ നല്ല അഴുക്കൊക്കെ ഉണ്ടാവും, ഈ പുല്ലിൽ നല്ലോണം അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് വേണം ഇത് വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ 4-5 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 6-7 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ റാഗിയും ചെറുപയറും ഉഴുന്നും പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നും പരിപ്പും റാഗിയും ഒക്കെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ റാഗിയും ചെറുപയറും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയുടെ ജാറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് ഇത് നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റാത്തവർക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ടൊന്ന് മൂടി വയ്ക്കാം. ഒരു 5-8 മണിക്കൂറിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് ഇത് വെക്കണത്. ഇപ്പോൾ ബാറ്റർ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ ദോശയുടെ ഒരു ഭാഗം ഒന്ന് ആയി വരുമ്പോൾ അതിലേക്ക് എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. അതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ദോശയാണ് റാഗി ദോശ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ ബെസ്റ്റാണിത്. ഈ ദോശ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെയിറ്റ് കുറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ കത്രിക്ക കുഴമ്പ് വെച്ചിട്ടാണ് സെർവ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ ചട്നിയോ ഒക്കെ ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക്